തരിശുഭൂമി കൃഷിയിടമാക്കി മാതൃക കാണിച്ച് ഒരു കർഷകൻ. തത്രംപള്ളി ബാവ എന്ന കർഷകന്റെ നേതൃത്വത്തിലാണ് കാർഷിക മാറ്റത്തിന് വഴിയൊരുക്കുന്നത്. ചേലക്കുത്ത് പന്തൽമനയിലെ മധുവിന്റെ 40 ഏക്കർ തരിശുഭൂമിയാണ് തത്രംപള്ളി ബാവ എന്ന കർഷകൻ നെൽവിത്തിറക്കി അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. വർഷങ്ങളോളം തരിശായി കിടന്ന ഭൂമി ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കി. തിങ്കളാഴ്ച പാടത്ത് നടന്ന നടീൽ ഉദ്ഘാടനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CH അബു യൂസഫ് ഗുരുക്കൽ നിർവഹിച്ചു. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ എന്തുകൊണ്ടും മാതൃകാപരമാണെന്നും നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ നല്ല കർഷകനാകാൻ കഴിയൂ എന്നും അബു യൂസഫ് ഗുരുക്കൽ പറഞ്ഞു. വലിയ പ്രയാസകരമായ ഒരു സംഭവമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാർഷിക മേഖല പരിപോഷിപ്പിക്കുന്നതിനും അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വലിയ ഒരു യത്നമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, നന്മയുടെ പര്യായമാണ്. നന്മ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് മാത്രമേ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ലാഭേച്ഛ കൂടാതെ ഒരു കഴിഞ്ഞകാല സ്മൃതിയിലേക്ക് രാജ്യത്തെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഇവരുടെ ശ്രമങ്ങൾ ഏത് നിലയിലും ശ്ലാഘനീയമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഭാവിയെപ്പോലുള്ള ആളുകളുടെ ഈ മേഖലയിലുള്ള പരീക്ഷണങ്ങൾ, അന്വേഷണങ്ങൾ, കണ്ടെത്തലുകളൊക്കെ തന്നെ ഈ പഞ്ചായത്തിലല്ല മറ്റ് പ്രദേശങ്ങളിലെ മുഴുവൻ കർഷകർക്കും വലിയ ഒരു പ്രചോദനമായി തീരും. അതിന് അവർക്ക് കൂടുതൽ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നടീയന്ത്രം ഉപയോഗിച്ചാണ് ഞാറുനടൽ നടക്കുന്നത്. 5 ദിവസം കൊണ്ട് 40 ഏക്കർ മുഴുവനായും ഞാറ് നടാനാണ് തീരുമാനം. പാലക്കാട് നിന്നും എത്തിച്ച ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷി ഇറക്കുന്നത്. 90 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമാവുന്ന വിത്തിന് ഗുണനിലവാരവും കൂടുതലാണെന്നാണ് കർഷകരും പറയുന്നത്. ഈ ഭാഗത്തുള്ള മൊത്തം ഏരിയയിലുള്ള എല്ലാ കൃഷിക്കാരെയും യോജിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷത്തിലേക്ക് ഈ മൊത്തം ഈ പാടത്ത് നട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന അരി ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അരിയാണ്. അതിൽ വിഷാംശം ചേർത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിധി വരെങ്കിലും നമുക്ക് എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുകയാണ്. പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ പരിശീലനം ലഭിച്ച 9 വനിതാ തൊഴിലാളികളാണ് നടീൽയജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ശ്രമഫലമായി എത്തിച്ച നടീയന്ത്രം ഉപയോഗിച്ചാണ് ഞാറ് നടുന്നത്. അനുബന്ധ ജോലികൾ ചെയ്യുന്നത് വനിതാ തൊഴിലാളികൾ തന്നെ. ആഗ്രോ സർവീസ് സെന്ററിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹായം കർഷകർക്ക് ലഭ്യമാണെന്നും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ കർഷകർ തയ്യാറാകണമെന്നും മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റക്കത്ത് ജമീല ആവശ്യപ്പെട്ടു. കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണത്തിലൂടെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ കാർഷിക അഗ്രോ സർവീസ് സെന്ററും അതുപോലെ തന്നെ കാർഷിക യന്ത്രങ്ങളും നമ്മൾ പഞ്ചായത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം എത്രമാത്രം കർഷകർക്ക് ഗുണം ലഭിക്കും എന്നുള്ളതിന് നേരിട്ട് ജനങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുന്നതിനും അത് പ്രാവർത്തിക തലത്തിൽ എത്തിക്കുന്നതിനും ബഹുമാനപ്പെട്ട തത്രംപള്ളി ബാബ സാഹിബ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷി അടുത്ത വർഷം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കർഷകനായ ബാവയുടെ തീരുമാനം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OK സുബൈർ, വാർഡ് മെമ്പർ സലീം മണ്ടായപ്പുറം, OP കുഞ്ഞിമുഹമ്മദ്, റഫീഖ് കല്ലിങ്ങൽ, പന്തൽമന മധു, നാരായണൻ മാസ്റ്റർ, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ എന്നിവരും നടീൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു.